അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലമെന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ പ്രതിഫലമാണ്. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിലേക്ക് അല്ലാഹു തആല നമുക്ക് നൽകുന്ന പ്രതിഫലമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാൻ കഴിയും. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ദുനിയാവിൽ നിനക്ക് ഏറ്റവും മുന്തിയ വസ്തു എന്താണോ ലഭിക്കുക, നിനക്ക് ഏറ്റവും വില കൂടിയ വസ്തു ദുനിയാവിൽ നിന്ന് എന്താണോ വാങ്ങാൻ ലഭിക്കുക, എന്ത് വലിയ സുഖ സൗകര്യമാണോ നിനക്ക് ദുനിയാവിൽ വെച്ച് ലഭിക്കുക, അതിനേക്കാളും എത്രയോ 10 മടങ്ങാണ് ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഖൈറും, നിനക്ക് ഏറ്റവും ഖൈറാണ്. ദുനിയാവിലും ആ ദുനിയാവിലുള്ള വസ്തുക്കളിൽ നിനക്ക് എന്തെല്ലാം ലഭിക്കുമോ, സുഖ സൗകര്യങ്ങൾ ലഭിക്കുമോ, അതിനേക്കാൾ ഏറ്റവും ഖൈറാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ആ സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അത്രമാത്രം വലിയ പ്രതിഫലമുള്ള സുന്നത്ത് നിസ്കാരമാണ് സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. 99% ആളുകളും ഫ്രീ ആയി നിൽക്കുന്ന സമയമാണ് സുബ്ഹിയുടെ സമയമെന്ന് പറയുന്നത്. വളരെ തുച്ഛം ആളുകളൊക്കെ ജോലിയിലുണ്ടെങ്കിൽ ഉണ്ടാവുമെന്നല്ലാതെ ബാക്കിയുള്ള അധികം ആളുകളും ജോലിയൊന്നുമില്ലാതെ ഫ്രീ ആയി നിൽക്കുന്ന ഒരു സമയമാണ് സുബ്ഹിയുടെ സമയമെന്ന് പറയുന്നത്. സുബ്ഹി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. ഇനി ജമാഅത്ത് കിട്ടിയില്ല, കുറച്ച് സമയം വൈകിയിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ പോലും സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി നാം തയ്യാറാവണം. ഇനി പള്ളിയിലേക്ക് ഒരാൾ എത്തി, അവിടെ ജമാഅത്തിൻ്റെ സമയമായിട്ടുണ്ട്, അങ്ങനെ ആ 2 റക്അത്ത് നിസ്കരിക്കാൻ അവനിക്ക് കഴിഞ്ഞില്ല ജമാഅത്തിൽ കൂടി, എന്നാൽ ജമാഅത്ത് കഴിഞ്ഞ ഉടനെ തന്നെ സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയ്യത്ത് വെച്ചുകൊണ്ട് സുബ്ഹിക്ക് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നാം നഷ്ടപ്പെടുത്താതിരിക്കുക. ജീവിതത്തിൽ നാം ഒരു പ്രതിജ്ഞയെടുക്കുക, എന്ത് തന്നെ സംഭവിച്ചാലും, എത്ര സമയമില്ലെങ്കിലും ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ ഞാനും നിങ്ങളും എടുക്കാൻ തയ്യാറാണെങ്കിൽ, നമുക്ക് എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും ആ സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് നാം നഷ്ടപ്പെടുത്തില്ല. ദൃഢപ്രതിജ്ഞയെടുക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.